ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ്. പാർട്ട് 4 നമ്മൾ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന കൺസെപ്റ്റും അതിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ചെയ്തായിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, അതേ സെയിം പാർട്ടിലെ എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഈ പാർട്ട് 5 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളത് നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ്? റൈറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഫ്രം 1 to 15 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ അതിൻ്റെ പവേഴ്സിലാക്കുക, പ്രോഡക്ട്സ് ഓഫ് പവേഴ്സിലാക്കുക. എങ്ങനെ? പ്രൈം നമ്പർ വെച്ചിട്ട് അവരുടെ പ്രോഡക്ട്സ് ഓഫ് പവേഴ്സിലാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ അതെങ്ങനെയാണെന്ന്. 1 തൊട്ട് 15 അല്ലേ? ഒന്നിനെ നമ്മൾ എങ്ങനെ പ്രൈംസിൻ്റെ പ്രോഡക്റ്റിലാക്കി എഴുതും? 1 തൊട്ട് തുടങ്ങാം. 1 എഴുതുമ്പോൾ 1 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലേ? അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/1 എന്നറിയാം. ഏതൊരു സംഖ്യ റൈസ്ഡ് 1 എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ? ഇനി അടുത്ത 2 എടുത്താലോ? 2 എടുത്താലും എന്താണ്? 2/1 തന്നെയാണ് അല്ലേ? അതുപോലെ 3 എടുത്താലോ? 3 എടുത്താൽ 3/1 ആകും. പക്ഷേ 4 എടുക്കുമ്പോഴോ നമുക്കറിയാം 4 എന്ന് പറയുന്നത് പ്രൈമിലോട്ട് മാറുമ്പോൾ അത് 2 × 2 ആകും. 2 × 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 2/2 എന്ന് എഴുതാം. ഇനി 5 എടുത്താലോ? 5 എടുത്താൽ 5/1 എന്ന് എഴുതാം. 5/1 എന്ന് എഴുതാം അല്ലേ? ഇനി അടുത്തത് 6 എടുത്താലോ? 6നെ പ്രൈമിൻ്റെ പ്രോഡക്ട്സിലാക്കുമ്പോൾ 2 × 3 ആണ്. 2 × 3. അപ്പോൾ 2/1 × 3/1 എന്ന് എഴുതാം. ഇനി 7 എടുക്കുമ്പോഴോ? 7 എടുക്കുമ്പോൾ 7/1. ഇനി അതുപോലെ 8 എടുക്കുമ്പോഴോ? 8നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ 8നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 2 × 2 × 2 എന്ന് പറയും അല്ലേ? അതായത് 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. ഇനി 9 എടുത്താലോ? നമുക്കറിയാം 9 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 × 3 എന്ന് വരും. അതിനെങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഇതിനെ 3/2 അല്ലെങ്കിൽ 3⁻², അല്ലെങ്കിൽ 3² എന്ന് വിളിക്കാം. ഓക്കെ. ഇനി 9 ഇനി അടുത്ത 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 × 5 എന്ന് കിട്ടും. 2 × 5 എന്ന് എങ്ങനെ എഴുതാം? 2/1 × 5/1. ഇനി 11 ആകുമ്പോഴോ? 11 എന്ന് പറയുന്നത് 11/1 ആണ്. ഓക്കെ അല്ലേ? കാര്യം ഇവർ ഈ 1, 3, 5, 7, പിന്നെ 11, 13, 17 ഇവരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ നമ്പറിനെ തന്നെ റേസ്ഡ് 1 എന്ന് നമ്മൾ വെക്കും. ഇനി 12 ആകുമ്പോഴോ? 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 12നെ നമുക്ക് എഴുതുമ്പോൾ 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 2 × 3 എന്ന് വരും. 2 × 2 4, 4 × 3 12. അപ്പോൾ എങ്ങനെയാണ്? 2 × 2 × 3, 2 2ഉം 1 3. അപ്പോൾ എങ്ങനെ എഴുതാം? 2/2 × 3/1 എന്ന് എഴുതിക്കൂടെ? ഇനി 13 എടുക്കുമ്പോൾ അതിന് വേറെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 13/1 എന്ന് എഴുതും. ഇനി 14 എടുത്താലോ? 14 എന്ന് പറയുന്നത് 2 × 7 ആണ് 14 അല്ലേ? 2 × 7 ആണ് 14. ഇതിൽ 7നെ ഇനി ഫർദർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2/1 എങ്ങനെ എഴുതും? 2/1 × 7/1 എന്ന് എഴുതും. ഇനി അടുത്ത 15 ആണെങ്കിലോ ഇതുപോലെയാണ്. 3 × 5 15. 3നെയും 5നെയും നമുക്ക് ഫർദറായിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3 ×
5, അതായത് 3/1 ഇൻറ്റു 5/1. ഇനി 16 എടുത്താലോ? 16 എടുത്ത് നിങ്ങൾ നോക്കി, 8 വന്നപ്പോൾ 2/3 വന്നു. 8 ഇൻറ്റു 2 അല്ലേ 16, അപ്പോൾ 2/3 ഇൻറ്റു 2/1 വരും. അപ്പോൾ നമുക്കറിയാം എന്താണ് 2/3 ഇൻറ്റു 2/1 എന്ന് പറയുന്നത് 2/3 പ്ലസ് 1 2/4. അല്ലെങ്കിൽ 16 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലും മതി, നമുക്ക് കിട്ടും 2/4 കിട്ടും. 2/4. ഓക്കെ അല്ലേ? ഇനി അടുത്ത 17 ആണെങ്കിൽ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റൂല, അപ്പോൾ 17/1. ഇനി അടുത്ത 18 ആണെങ്കിലോ നമുക്കറിയാം 18നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴും എന്ത് കിട്ടും? 18 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 ആണ് 18 എന്ന് നമുക്കെടുക്കാം. അപ്പം അതിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 3, അതായത് 2 ഇൻറ്റു 3/2 എന്ന് കിട്ടും അല്ലേ? എന്ത് കിട്ടും? 2 ഇൻറ്റു 3/2 എന്ന് കിട്ടും. 2 ഇൻറ്റു 3/2, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 2 ഇൻറ്റു 3/2 9 ആണ്. അപ്പം 2 ഇൻറ്റു 9 18. ഓക്കെ അല്ലേ? ഇനി 19 വരുമ്പോഴോ? 18 വരെ പോയില്ലേ, കുഴപ്പമില്ല. അപ്പം നമുക്ക് 15 വരെ മതിയായിരുന്നു, അപ്പോൾ 18 വരെ എഴുതിപ്പോയി. ഓക്കെ അല്ലേ? ഇതിൽ പറഞ്ഞാൽ 1 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എടുക്കാനാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി ഒരേപോലെ വരുന്നതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരും? ഒരേപോലെ വരുന്നത്, അതായത് 2ന്റെ പവേഴ്സ് വരുന്നവരെല്ലാം ഒരുമിച്ച്, 3ന്റെ പവേഴ്സ് വരുന്നവരെല്ലാം ഒരുമിച്ച്, 5ന്റെ പവേഴ്സ്, 6 അങ്ങനെ വരുന്നവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. നമുക്ക് ആദ്യം 2ന്റെ പവേഴ്സ് വെച്ച് തുടങ്ങാം. അപ്പോൾ 2ന്റെ പവേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 2 എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ദേ ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, അപ്പോൾ 2/1, 2/1 പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇൻറ്റു, പിന്നെ ഇനി അടുത്ത 2 എവിടെ വരും? ദേ 2/2, ഇവിടെ ഒരാളുണ്ട്, ഇൻറ്റു 2/2. ഓക്കെ, ഇനി അടുത്ത 2 എവിടെ വരും? ദേ ഈ 6-ലൊരു 2/1 ഉണ്ടല്ലേ, അപ്പം അത് നമ്മൾ എടുത്തു, ഇൻറ്റു 2/1 ഇൻറ്റു അടുത്ത 7-ല്ല 8, 8 വരുമ്പോൾ 2/3, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. 2/3 ഇൻറ്റു 9-ലില്ല 10-ലൊരു 2/1 ഉണ്ട്, അതിനെടുക്കാമല്ലോ 2/1. ഇനി എവിടെ വരും? 11-ലില്ല 12-ലൊരു 2/2 ഉണ്ട്, അപ്പോൾ അതെടുക്കാമല്ലോ 2/2 ഇൻറ്റു ഇനി 13-ലില്ല 14-ലൊരു 2/1 ഉണ്ട്, 14-ല് 2/1. ഇനി 15-ലോ ഇല്ല, 15 വരെ മാത്രം മതി. അഡീഷണൽ 3 എഴുതിപ്പോയതാണ്. ഓക്കെ, ഇനി അടുത്ത 2 ആയി. ഇനി അടുത്ത ആരാണ്? നമുക്ക് 3ന്റെ എടുക്കാം അല്ലേ? ഇനി അടുത്ത 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 വരുമ്പോൾ ദേ ഒരു 3/1, അപ്പോൾ 3/1 ഇൻറ്റു ഇനി അടുത്ത എവിടെ 3? ദേ 6-ലൊരു 3/1 ഉണ്ട്, 3/1 ഇൻറ്റു ഇനി 7-ലില്ല 8-ല്ല 9-ലൊരു 3/2 ഉണ്ടല്ലേ, അതപ്പോൾ 3/2 ഇൻറ്റു 10-ലില്ല 11-ലില്ല 12-ലൊരു 3/1 ഉണ്ട്, അപ്പോൾ ഒരു 3/1 ഇൻറ്റു 13-ലില്ല 14-ല് 15-ലൊരു 3/1 ഉണ്ട്, ദേ ഒരു 3/1 ഇൻറ്റു ഇനി അടുത്ത ആരാണ്? ഇനി അടുത്ത് നമുക്ക് 5 എടുക്കാം അല്ലേ? 5 എവിടെയൊക്കെ വരും? ദേ ഒരു 5/1, 5-ൻ്റെ 5/1 കിട്ടിയില്ലേ? ഇനി അടുത്ത് എവിടെ വരും? 7-ല് വരില്ല, 8-ലില്ല 9-ലില്ല 10-ലൊരു 5/1 ഉണ്ട്, ഇൻറ്റു 5/1. ഇനി 11-ലില്ല 12-ലില്ല 13-ലില്ല 15-ലും ഒരു 5/1 ഉണ്ട്, ഇൻറ്റു 5/1. ഇനി 2 എഴുതി, 3 എഴുതി, 5 എഴുതി, 6-ല്ല 7 ഉണ്ടല്ലേ, അടുത്ത 7-ല് ഒരു 7/1 ഉണ്ട്, ഇൻറ്റു 7/1. ഇനി എവിടെ വരും ഒരു 7 വരുന്നത്? 14-ലൊരു 7/1 ഉണ്ട്, 7/1. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി 8-ല്ല 9-ല്ല 10-ല്ല 11 ഉണ്ടല്ലേ, ഒരു 11/1 ഉണ്ട്, അപ്പോൾ 11/1. ഇനി 12-ല്ല 13, ഇനി ഒരു 13 എവിടെ? 13/1 ഉണ്ട്, അപ്പോൾ 13/1. ഇനി അങ്ങോട്ടില്ലല്ലോ, നമുക്ക് 15 വരെ പോരെ. ഇനി എന്ത് ചെയ്യണം? ഈ പ്രൈമിൻ്റെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റായിട്ട് എഴുതിയേക്കുന്നതിൻ്റെ പവേഴ്സിനെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ 2-ൻ്റെ സ്റ്റാർട്ട് ചെയ്തേ, 2-ൻ്റെ എങ്ങനെ ചെയ്യും?
ഒരേ ബേസ് ഉള്ള എന്നാൽ പവേഴ്സ് ഡിഫറെൻ്റ് ആയി വരുന്ന സംഖ്യകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പവേഴ്സ് മാത്രമാണ് ആഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പം 2നെ എടുക്കുമ്പോൾ 2ന് അതുപോലെ എഴുതിയിട്ട് ഇവരുടെ പവേഴ്സ് മാത്രം ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 1 + 2 3, എവിടെ 1, ഇവിടെ ഒരു ഒന്നല്ലേ, അപ്പോൾ 1 പ്ലസ് പവർ അടുത്ത 2 3, 3 + 1 4, 4 + 3 7, 7 + 1 8, 8 പ്ലസ് 2 10, 10 + 1 11. അപ്പം 2ൻ്റെ പവർ എത്ര വന്നു? 11 വന്നു. അപ്പം 2 raised to 11 എന്ന് വന്നു. ഓക്കെ, ഇനി അടുത്ത ആരാണ്? അടുത്ത ആരാ വരുന്നത്? 3 അല്ലേ വരുന്നത്. ഇനി 3നും എല്ലാവരും 3ആണ്. അപ്പം പവേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. 3ൻ്റെ പവേഴ്സ് ആഡ് ചെയ്യൂ. 1 + 1 2, 2 + 2 4, 4 + 1 5, 5 + 1 6. അപ്പം 3 raised to 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്തടുത്ത് 5 ആണ് അടുത്തത്. 5ൻ്റെ പവേഴ്സ് ആഡ് ചെയ്തേ. 1 + 1 2, 2 + 1 3. എളുപ്പം 3 പേരേ ഉള്ളൂ. അപ്പം 5 raised to 3. ഇനി അടുത്ത 7ൻ്റെ അടുത്തേ. 7ൻ്റെ ചെയ്യുമ്പോൾ എത്രയുണ്ട്? 2 7. 2 പേർക്കും പവർ 1 ആണ്. അപ്പോൾ 1 + 1 2. ഓക്കെ അല്ലേ? ഇനി ആരൊക്കെ ഉണ്ട്? ഇനി ഒരു 11 ഉണ്ട്, ഒരു 13 ഉണ്ട് അല്ലേ. അവർക്കിനി കൂടുതൽ പെയർ ഒന്നുമില്ല. അപ്പോൾ 11ൻ്റെ 11 raised to 1, 13ൻ്റെ 13 raised to 1. അപ്പം നിങ്ങൾ നോക്കിക്കേ, 1 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പ്രൈമിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ നമ്പറിനെയും അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൈം ഫാക്ടേഴ്സിലോട്ട് കൊണ്ടുവന്നിട്ട് പവേഴ്സ് ആക്കി എഴുതിയിട്ട് ഇങ്ങനെ ചെയ്യും. സിമ്പിളാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.